ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാണ്. ഇത് ഫുൾ വിശേഷമോ പ്രമോ വിശേഷമല്ല, അപ്കമിംഗ് വിശേഷമാണ്. അപ്കമിംഗ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് പോവാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആണെങ്കിൽ ചെന്നിരിക്കുകയാണ് സ്റ്റാൻഡിനെ കാണാനായിട്ട്. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ്, അതിന്റെ തുടർക്കഥയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാലിനെ ബാലചന്ദ്രൻ കണ്ടു. ബാലചന്ദ്രൻ ആരാണെന്ന് സ്റ്റാൻലിക്ക് അറിയില്ല. അപ്പൊ സ്റ്റാൻലി ചോദിക്കും, പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു ബിസിനസ്സുകാരനാണ്. ഒത്തിരി നമ്മുടെ ബാലചന്ദ്രനേക്കാൾ കോടീശ്വരനാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് ഈ സ്റ്റാൻലി. ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കാം. നമ്മുടെ വൈജയെ വിവാഹം കഴിക്കാനിരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഇല്ലാതിരുന്നോ, ഇനി പാവപ്പെട്ടവരാണോ, അതുകൊണ്ടാണോ ഇനി നമ്മുടെ വൈജയനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് വിടാത്തത് എന്നൊന്നും അറിയില്ല. ഏതായാലും ഇപ്പൊ പുള്ളിക്കാരൻ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത സ്ഥലത്താണ്. അതായത് അത്രയ്ക്കും വലിയൊരു പണക്കാരനാണേ. കുറെ പട്ടികളൊക്കെ ഇങ്ങനെ നിപ്പുണ്ട്. ഒത്തിരി, അതായത് പല ഇനത്തിൽപ്പെട്ട പട്ടികളെയൊക്കെ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ വളർത്തിയേക്കാണ്. അപ്പം പുള്ളിക്കാരൻ എന്തോ വിസ്കിയോ ഒക്കെയോ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ കയറി ചെല്ലുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ, മിസ്റ്റർ ബാലചന്ദ്രൻ കയറി വരൂ എന്നൊക്കെ പറയുന്നു. എന്താണ് എന്നെ കാണാൻ വന്നത്, ബിസിനസ്സുകാരും വല്ലോ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ എനിക്കൊരു ബിസിനസ് ഉണ്ട്, എനിക്ക് ഒരു ബിസിനസ് അല്ല കുറച്ച് ബിസിനസ് ഉണ്ട്. ഞാനൊരു തുണിക്കട നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണക്കടയുണ്ട്, ചെരുപ്പ് കടയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ, ഓ ഇതൊക്കെയാണ് ബിസിനസ്, ഇതൊക്കെ വേറെ സിമ്പിൾ. ഞാൻ ഓർത്തു വേറെ വല്ല വലിയ ബിസിനസ്സുകൾക്ക് വല്ലോ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം, അല്ല ഇനി ഈ ബിസിനസ് ഒക്കെ എന്റെ ഒരു കാറ്റഗറി പെടുന്നതല്ല, പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാനിങ്ങനെ കുറെ റബ്ബർ തോട്ടവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിലും ബാലചന്ദ്രൻ വന്നതല്ലേ, ഇരിക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ വരുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ്. അത് എനിക്ക് സ്റ്റാൻലിനെ അറിയാം, പക്ഷെ സ്റ്റാൻലിക്ക് എന്നെ അറിയത്തില്ലായിരിക്കാം. എനിക്ക് സ്റ്റാൻലിനെ നന്നായിട്ട് അറിയാം. സ്റ്റാൻലി പണ്ട് കേണൽ അല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആഗ്രയിലല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ അതെ അതൊക്കെ എന്റെ പഴയ കഥ. ഞാനൊരു റിട്ടയർഡ് കേണലൊക്കെയാണ്, പക്ഷെ ഞാൻ അതിനായിട്ടുള്ള ടച്ചൊക്കെ അങ്ങോട്ട് വിട്ടു. ഇപ്പൊ ഞാൻ ദേ എന്റെ കൂട്ടായിട്ട് കുറെ പട്ടികളൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ എന്റെ സ്വന്തമാണ്. ഇവന്മാരെയൊക്കെ വളർത്തി അതുപോലെ ബിസിനസ് ഒക്കെ നോക്കി അങ്ങ് പോകുന്നു. പിന്നെ ഒരു കുടുംബമുണ്ട്, 2 മക്കളുണ്ട്. അവരൊക്കെ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. ഞാൻ ചില ദിവസങ്ങളിൽ വീട്ടിൽ പോകും, അവരുമായിട്ട് സ്പെൻഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഏതായാലും എനിക്ക് ഇവിടെയാണ് സുഖം, എനിക്ക് ഇവിടെയാണ് ഇഷ്ടം, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ കൊളുത്തുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെങ്ങാണ്ടാണ് ഈ ഒരു വലിയ കെട്ടിടം. അതായത് ഒരു 10-12 ഏക്കറോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ ഒരു മതില്, ചുറ്റുമതിലൊക്കെ കെട്ടി ഒരു വലിയ വീടൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റാൻലിയോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം സ്റ്റാൻലി ആയിട്ട് സംസാരിക്കാൻ വന്നതാണ്. സ്റ്റാൻലി ആഗ്രയില് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് അവിടെ കേരളായ സമയത്ത് അവിടെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമില് നിങ്ങൾക്ക് ഗംഗാധര മേനോനെ അറിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പിയൊക്കെ ചുളിച്ചിട്ട്, ആ ഗംഗാധര മേനോനെയൊക്കെ എനിക്കറിയാം. അല്ല ഗംഗാധര മേനോനെ എങ്ങനെ നിങ്ങൾക്കറിയാം? അത് പിന്നെ ഞാനും അയാളുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് കൂട്ടിക്കോ. അത് പിന്നെ ഗംഗാധര മേനോന് ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങളെ തന്നെയാണോ സ്റ്റാൻലി വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് സ്റ്റാൻലിയുടെ ആ ഒരു മുഖത്തെ ആ ഗൗരവം ഒക്കെ മാറിയിട്ട്, എന്താ പറയാ, ഒരു നഷ്ടപ്രണയം അല്ലെങ്കിൽ എന്താ ആ ഒരു വിരഹവും ഒക്കെ മുഖത്തേക്ക് കയറി, മുഖത്ത് ആ ഒരു ഇതൊക്കെ കാണാം. അപ്പൊ ബാലചന്ദ്രൻ, അല്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഒരു വൈജയന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അല്ല ആ സ്ത്രീ അല്ലേ നമ്മുടെ ഗംഗാധര മേനോന്റെ പെങ്ങള്? ആ പെങ്ങളെ അല്ലേ കെട്ടിയിരിക്കുന്നത്? അല്ല നിങ്ങൾ തമ്മിലൊരു റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊക്കെ പഴയ കഥയാണ്, അതൊക്കെ ഞാൻ അന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വൈജ എന്ന് പറയുന്ന സ്ത്രീയെ അല്ല. ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ നിർബന്ധിച്ച്, അതുപോലെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഒരു ക്രിസ്ത്യാനിനെയാണ് ഞാൻ എൻ്റെ ജാതിയിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിനെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഓ അങ്ങനെയാണല്ലേ. അല്ല അന്ന് എന്തൊക്കെയോ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. അല്ല സ്റ്റാൻലി ആയിട്ട് കുറെ നാള് വൈജു ഒരുമിച്ച് താമസിച്ചതല്ലേ, 5-6 മാസത്തോളം. ആ സ്ത്രീ പ്രഗ്നന്റ് ആയെന്നും അതിലൊരു കുഞ്ഞുണ്ടായെന്നും ഒക്കെ ആണല്ലോ കേട്ടതെന്ന് പറഞ്ഞപ്പം, അല്ല ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്തിനാ, അല്ല നിങ്ങളിപ്പോ ഇതൊക്കെ എന്തിനാ അറിയുന്നത്? അല്ല ഞാന് ഈ പറയുന്ന ഗംഗാധര മേനോന്റെ ഒരു അടുത്തൊരു ബന്ധുവാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട് ആണ്.
അപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളറിയാത്ത പല കഥകളും എനിക്കറിയാം. പഴയ കാലത്തേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പറയുന്ന വൈജയ്ക്ക് ഒരു പെൺകുഞ്ഞുണ്ടായെന്നും ആ പെൺകുഞ്ഞ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കയ്യബദ്ധം വന്ന് എനിക്ക് പറ്റിപ്പോയി. കയ്യബദ്ധമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വൈജയെ സ്നേഹിച്ചത്. അതൊന്നും ആരോടും വിളമ്പാനോ അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറയാനോ എനിക്കൊന്നും തീരെ താല്പര്യമില്ല. എങ്കിലും നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, അവളെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ 5-6 മാസക്കാലം വളരെ സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് പിറന്നിട്ടുമുണ്ട്. പക്ഷെ ആ കുഞ്ഞ് പിറന്ന സമയത്ത്, ആ കുഞ്ഞ് ജനിച്ച സമയത്ത് ഞാൻ വൈജയുടെ കൂടെ ഇല്ലായിരുന്നു. അന്ന് എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുകയും എനിക്ക് അവിടുന്ന് മാറി നിൽക്കേണ്ടിയും വന്നു. നിങ്ങൾക്കറിയാലോ, അന്നത്തെ കാലത്ത് ഫോൺ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആഗ്രയിലുള്ള വൈജ, ഇവിടെ കിടക്കുന്ന ഞാന് എങ്ങനെ ബന്ധപ്പെടും? ഞങ്ങൾക്ക് ഒരു കോണ്ടാക്ട് നമ്പറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ പല പല അജണ്ടകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് പറ്റിയില്ല. എങ്കിൽ പോലും ഞാൻ എന്റെ മാക്സിമം വൈജയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുഞ്ഞു മരിച്ചു പോയെന്നും വൈജ വേറൊരു വിവാഹത്തിന് സമ്മതിച്ചു എന്നും ആണ് ഞാൻ അറിഞ്ഞത്. അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് സഹിതം ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ എന്തിനു അവളെ തേടി പോകണം? എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ വെയിറ്റ് ചെയ്തിരുന്നേനെ. പക്ഷെ അവൾ അങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും ഇരുന്നില്ല. അവൾ വേറൊരു വിവാഹം കഴിച്ചു. ആ കുഞ്ഞു മരിച്ചും പോയി. പിന്നെ ഞാൻ എന്തിന് വൈജയെ പിന്നെ അവരെ ശല്യം ചെയ്യാൻ പോകുന്നു? പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ ഒരു പഴയ കഥയാണ്. അല്ല, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ എന്താ ഇവിടെ വന്ന് പറയാൻ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പഴയ കഥയൊന്നും ചെകഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ കാലത്ത് ഈ പറയുന്ന അത്രയും വലിയ ബംഗ്ലാവോ വീടോ ഒന്നും എനിക്കില്ലായിരുന്നു. അന്ന് എനിക്ക് ബംഗ്ലാവും വീടും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ മിക്കവാറും വൈജയും ഞാനും തമ്മിലുള്ള വിവാഹം ഇപ്പൊ നടന്നേനെ. എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം ചിലപ്പോൾ കിട്ടിയേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി ഇപ്പോഴുള്ള ജീവിതത്തിൽ ഒട്ടും തൃപ്തികരമല്ല നമ്മുടെ സ്റ്റാൻലിക്ക് എന്ന്. അതിൽ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, എനിക്ക് കഥകളൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾ പറഞ്ഞ കഥയിൽ കുറച്ച് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ കഥയിൽ കുറച്ച് തെറ്റല്ല, കുറെ ഏറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുഞ്ഞ്, നിങ്ങൾ പറഞ്ഞല്ലോ ജനിച്ച ഉടനെ പ്രസവിച്ച ഉടനെ മരിച്ചു പോയ പെൺകുഞ്ഞ്, ആ പെൺകുഞ്ഞ് മരിച്ചു പോയിട്ടില്ല. അതിപ്പോഴും ജീവനോടെ ഉണ്ട്. ആ പെൺകുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയുടെ മുഖഭാവം വീണ്ടും അങ്ങ് മാറി. നിങ്ങൾ എന്താ പറയുന്നത്? ആ പെൺകുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ടെന്നോ? അതെ, ആ പെൺകുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട്. അത് ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് പലർക്കും ഇപ്പം അറിയില്ല. നിങ്ങള് വൈജയെ ഒരു കണക്കിനെ വഞ്ചിച്ചതല്ലായിരിക്കാം. അതുപോലെ തന്നെ വൈജ നിങ്ങളെയും വഞ്ചിച്ചതല്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ കുടുംബക്കാർക്കോ വൈജയുടെ കുടുംബക്കാർക്കോ കാര്യങ്ങളൊക്കെ അറിയായിരിക്കാം. അങ്ങനെ ഒരു പെൺകുഞ്ഞ്, നിങ്ങൾക്ക് ഇപ്പൊ 2 മക്കളാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ തന്നെ 3ാമതൊരു കുഞ്ഞും കൂടി ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. വളരെ അധികം ഗൗരവത്തോടു കൂടിയും സ്വരത്തിന് കുറച്ച് ഗാംഭീര്യത്തോടു കൂടിയൊക്കെ സംസാരിച്ച നമ്മുടെ സ്റ്റാൻലി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും, അതായത് തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു തലയെടുപ്പോടൊക്കെ കൂടിയ പുള്ളിക്കാരന്റെ ഒരു സംസാരം, ആ ഒരു രീതിയിലുള്ള സംസാരമൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പുള്ളിക്കാരന്റെ, അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്റ്റാൻലി ഇത് കേട്ട് ഒരുപാട് തളർന്നങ്ങ് പോവുകയാണ്. പക്ഷെ മുഖത്ത് അതൊന്നും, അതായത് ആ ഒരു ചായ മുഖത്ത് കാണാതെ വേറൊരു മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ്, ആ ഒരു മറവിലാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇതൊക്കെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാളെ തിരക്കി വരികയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടാൽ മതി. എന്റെ ശത്രുവാണോ നിങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശത്രുവല്ല. പക്ഷേ നിങ്ങൾ ഈ പട്ടികൾ നിങ്ങൾ അതുപോലെ സ്നേഹിക്കുന്നില്ലേ? ഇതുപോലെ തന്നെ ഒരു പെങ്കൊച്ച് എനിക്കറിയാം. അവള് ഇതുപോലെ പട്ടിയെ സ്നേഹിച്ചും, അവളെ കാണുമ്പോൾ സാധാരണ പട്ടി എല്ലാവരെയും കാണുമ്പോൾ കടിച്ചു കീറാൻ ചെല്ലുന്ന അവളെ കാണുമ്പോൾ മാത്രം പട്ടികള് സൗമ്യമായിട്ട് അവർ തമ്മിൽ കണ്ണു നോക്കിൽ എന്തോ സംസാരിക്കുന്ന രീതിയിലൊക്കെ അവൾ അത്രയ്ക്ക് സ്നേഹം പട്ടികളോടൊക്കെ കാണിക്കുന്നുണ്ട്. അതേ ഇത് പെങ്കൊച്ച എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അലീനയെ കുറിച്ചാട്ടോ പറയുന്നത്. എന്നാ പിന്നെ അവളുമായിട്ട് ഇനി ഒരു ദിവസം വരുമ്പോൾ വരണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ല നിങ്ങൾ ഈ കഥയൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഈ കഥയൊക്കെ പറഞ്ഞു, പക്ഷെ അവള് വിവാഹം കഴിഞ്ഞു. അവളുടെ വിവാഹം കഴിഞ്ഞതിന്റെ ഒരു കാർഡൊക്കെ എനിക്ക് കിട്ടിയതാണ്. അവളുടെ വിവാഹ നിശ്ചയത്തിന്റെ കാർഡൊക്കെ എനിക്ക് കിട്ടിയതാണ്. അപ്പൊ അവളുടെ വിവാഹം കഴിഞ്ഞു, അവള് ജീവിക്കുന്നു. ഇപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നു. ഇനിയിപ്പം ഇതിനിടയിൽ എന്താണ് പ്രശ്നം? ഇതിനിടയിൽ ഇനിയിപ്പം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്.
അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് അവളുടെ ചെലവ് നോക്കാൻ, അവൾക്ക് എത്ര വയസ്സായെങ്കിലും അവളുടെ ചെലവ് നോക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താണ് ഇവിടെ, ആർക്കാണ് പ്രശ്നം പിന്നെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് ഇതിനിടയിലെല്ലാം പെട്ടുപോയ ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഇതിനിടയിൽ പെട്ടുപോകാൻ അതാരാ ഇതിനിടയിൽ പെട്ടുപോയിരിക്കുന്നത്? അത് വേറെ ആരുമല്ല, ഇതിനിടയിൽ പെട്ടുപോയൊരു മനുഷ്യൻ, അത് ഞാനാണെന്ന്. അപ്പോഴത്തേക്ക് ഞാനോ? അല്ല, നിങ്ങൾ എന്താ ഇതിനിടയിൽ പെട്ടുപോകുന്നത്? നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം ഇരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിപ്പോ ചോദ്യം ചെയ്യാൻ പോലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഗംഗാധര മേനോന്റെ ഫാമിലി ഫ്രണ്ട് ആണെങ്കിൽ എന്തിന് ഇതൊക്കെ അറിയണം, അന്വേഷിക്കണം? നിങ്ങൾ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ മാന്യം മര്യാദയായിട്ട് നിങ്ങൾ ഈ വീട്ടിൽ കയറ്റിയത് എന്റെ അന്തസ്സുണ്ട്, എനിക്കൊരു അഭിമാനമുണ്ട്. എനിക്ക് വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിച്ച് നല്ലതുപോലെ മടക്കി അയക്കുക എന്നൊരു ഇതുണ്ട് എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പിന്നെ എനിക്ക് വേറൊരു മുഖമുണ്ട്, ആ ഒരു മുഖം ഞാൻ എടുക്കാത്തത്. നിങ്ങളും എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞാനും നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈജയും എന്നോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. വൈജയുടെ വീട്ടുകാർ, ഇപ്പം വൈജ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റാൻലി വൈജ എന്നൊക്കെ വിളിക്കണമെങ്കിൽ എന്തോ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ സ്റ്റാൻലിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയോട് പറയാണ്, വേറെ ആരുമല്ല, ഞാനാണ് വൈജയുടെ കൈതക്കൽ വീട്ടിലെ വൈജയന്തിയുടെ ഭർത്താവ്. ഈ 10-22 വർഷം മുമ്പ് എല്ലാവരും കൂടി മണ്ടനാക്കി, വെറും വിഡ്ഢിയാക്കി, എന്നെ ചതിച്ച്, എന്നെ വഞ്ചിച്ച് ആണ് ആ ഒരു വിവാഹത്തിന് സമ്മതിപ്പിച്ചതും. ഞങ്ങൾക്കിടയിൽ 2 മക്കളിലും 3 മക്കളും പിറന്നിട്ടുണ്ട്. ഞാനപ്പോ ആരാണ്? ഞാന് വെറും പൊട്ടനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പൊ ഏതായാലും ഇത് കേട്ടപ്പോഴേ സ്റ്റാൻലിക്ക് വല്ലാത്തൊരവസ്ഥയായി പോയി. സ്റ്റാൻലിക്കും ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങളെ ചതിച്ചത് വൈജയുടെ അച്ഛനും അതുപോലെ വൈജയുടെ ആങ്ങളമാരും ഒക്കെ ചേർന്നാണ് നിങ്ങളോട് പറഞ്ഞുണ്ടാക്കി. അതായത് എല്ലാവരെയും പറഞ്ഞ് അറിയിപ്പിക്കാൻ ഒരു കള്ളക്കഥ അവർ ചമഞ്ഞുണ്ടാക്കിയതാണ്. ഏതായാലും ചിലപ്പം സ്റ്റാൻലി നിങ്ങളും നിരപരാധി ആയിരിക്കാം. നിങ്ങൾ വൈജയുടെ വിവാഹം ഉറപ്പിക്കുകയും വൈജ വേറെ ജീവിതവും കണ്ടെത്തിയത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വേറെ വിവാഹം കഴിച്ചത് എങ്കിലും നിങ്ങൾ നിരപരാധിയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു വരുമ്പം വൈജയും നിരപരാധിയാണ്. വൈജ ആണെങ്കിൽ എന്ത് ചെയ്തു? വൈജ നിങ്ങൾ വിവാഹം കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിട്ട് വേറെ വിവാഹത്തിന് തല കുനിച്ചു കൊടുത്തു. പക്ഷേ എന്നോട് തെറ്റ് ചെയ്ത ഒരാളുണ്ട്, അത് വൈജ തന്നെയാണ്. കാരണം വിവാഹത്തിന് ശേഷം അവൾക്ക് എന്നോട് പറയായിരുന്നു ഈ കഥയൊക്കെ, പക്ഷെ അവൾ എന്നോട് ഈ കഥയൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം അതിനെക്കുറിച്ച് ഞാൻ ഓർത്ത് ടെൻഷൻ അടിക്കുന്നുമില്ല. കാരണം വൈജയും ഞാനും തമ്മിലുള്ള ബന്ധം ആ രീതിയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതൊന്നും പോട്ടെ, സാരമില്ല. പക്ഷെ എനിക്ക് അലീനയെ സേഫ് ആക്കിയേ പറ്റത്തുള്ളൂ. കാരണം ആ പെൺകുട്ടിയെ എനിക്ക് സേഫ് ആക്കണം. ആ പെൺകുട്ടിയെ സേഫ് ആക്കാൻ ഞാൻ ഏതൊരറ്റം വരെ പോകാനും തയ്യാറാകും. അതിനിപ്പം ആരുടെ ശവം കണ്ടിട്ടാണെങ്കിലും ഞാൻ അലീനയെ സേഫ് ആക്കും. അവളുടെ സ്വന്തം അച്ഛൻ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അലീനയെ സേഫ് ആക്കാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലുണ്ട്. പക്ഷെ അവളുടെ സ്വന്തം അച്ഛൻ, അവളുടെ രക്തം, അത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവളുടെ മുമ്പിൽ എത്തിക്കുക, അതവളുടെ അവകാശമല്ലേ. അവളുടെ അച്ഛന്റെ കൂടെ ഒരു ദിവസം ജീവിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ കഴിയുക എന്നുള്ളത് അവളുടെ അവകാശമാണ്. അവളുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് അവളെ വേണ്ടെങ്കിൽ പോലും അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അവളുടെ അച്ഛൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അതെനിക്ക് കാണിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ നമ്മുടെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലിക്ക് ഈ പറയുന്ന അലീനയെ അംഗീകരിക്കാനോ അതോ അലീനയെ മോളായിട്ട് സ്വീകരിക്കാനോ ഒക്കെ ഇനിയിപ്പോ സാധിക്കുമോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പം അതൊക്കെ നടക്കാൻ പോകുന്നത് എന്ന്. ഏതായാലും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥ ഞാൻ നാളെ പറയാം. അപ്പം നാളെയും കറക്റ്റ് ഒരു 2:45 കൂടി തന്നെ അപ്കമിങ് വിശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഫുൾ വിശേഷവും പ്രേമവിശേഷവും, അതായത് നാളത്തെ കഥയും ഫുൾ വിശേഷവും ഡെയിലി വിശേഷവും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ ആണേ. അപ്പം റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പൊ അതിനകത്താണ് നമ്മൾ ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഇടുന്നത്. പിന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജിലും ഇടുന്നുണ്ട്. അപ്പൊ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇനിയിപ്പം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഒരു ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.